ഹായ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഇവിടെ എനിക്കും സുഖമായിട്ടിരിക്കുന്നു. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? മഴയൊക്കെ ഉണ്ടോ? ഇവിടെ ഇപ്പം ഇന്നലെ വരെ മഴയായിരുന്നു, ഇന്ന് മഴയില്ല, ഇന്ന് നല്ല വെയിലായിരുന്നു. പിന്നെ ഞാൻ ഇന്ന് ഇച്ചിരി ഉണ്ടംപൊരി ഉണ്ടാക്കാൻ പോവുകയാണ്, അത് നിങ്ങളെ കാണിക്കാനാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അതിനുവേണ്ടി ഞാൻ ഒരു കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്, 3 പാളയംതോടൻ പഴം എടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് കുഴച്ചെടുക്കാം. കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്, 1 സ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. ഒരു സ്പൂണല്ല, ഒരു 1.5 സ്പൂൺ ഉപ്പിട്ട് കൊടുക്കും. 3 അല്ലി ഏലക്ക ഇട്ട് കൊടുക്കുക. കുറച്ച് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുക. ഇനി ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കുക. 1 പാളയംതോടൻ പഴവും കൂടെ ഞാൻ പൊളിച്ചിനകത്ത് ഇട്ടിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ഞെരടിയെടുക്കാം. ഏലക്കായും ഉപ്പും ബേക്കിംഗ് സോഡയും ഗോതമ്പ് പൊടിയും പഴവും കൂടെ ഒന്ന് ഞെരടി എടുക്കുക. കുറച്ച് ശർക്കര പാനി ഉരുക്കി അരിച്ച് വെച്ചിട്ടുണ്ട്, അത് നമുക്ക് കുറച്ച് ഒഴിച്ച് കൊടുക്കാം. അങ്ങനെ നമ്മുടെ മാവെല്ലാം കുഴച്ച് വെച്ചിട്ടുണ്ട്. ഗോതമ്പ് പൊടി, പഴം, ബേക്കിംഗ് സോഡ, ഏലക്കാപ്പൊടി, 2 ജീരകവും കൂടി ഇട്ടാൽ കൊള്ളാം. ഇത്രയും കൂടെ കുഴച്ച് വെച്ചിട്ടുണ്ട്. 1 മണിക്കൂറോളം ഇത് ഒന്ന് അയയാനിരിക്കണം. അയഞ്ഞതിന് ശേഷമേ നമുക്ക് ഉണ്ടംപൊരി ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. വേണ്ടി ഞാൻ കുറച്ച് തേങ്ങ അരിഞ്ഞെടുത്തിട്ടുണ്ട്, അതും കൂടെ നമുക്ക് വറുത്ത് അതിനകത്ത് ചേർക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്, അതിനകത്തോട്ട് ഇടാം. തേങ്ങ വറുത്തിടുകയോ കപ്പലണ്ടി വറുത്തിടുകയോ കറുത്ത മുന്തിരിങ്ങ, ഇതെല്ലാം അവരവർക്ക് ഇഷ്ടമുള്ളത് നമുക്ക് ചേർത്ത് വറുത്ത് അതിനകത്ത് ചേർക്കാം. ഞാനിപ്പോൾ തേങ്ങയാണ് വറുത്ത് ചേർക്കുന്നത്, അതൊന്ന് മൂപ്പിച്ചെടുക്കാം. കരിഞ്ഞു പോകരുത്. തേങ്ങ എല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. ഉണ്ടംപൊരി കഴിക്കുമ്പോൾ ഈ തേങ്ങ ഒന്ന് ഈ പരുവത്തിനേ ആകാവുള്ളൂ. ഞാൻ കോരിയെടുക്കാം. എല്ലാം കോരി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് തണുക്കട്ടെ. തണുത്തതിന് ശേഷം നമുക്ക് മാവിനകത്തോട്ട് ഇട്ട് കുഴച്ചെടുക്കണം. തേങ്ങ എല്ലാം തണുത്തിട്ടുണ്ട്, നമുക്ക് ഇതിനകത്തോട്ടിട്ടൊന്ന് പുരട്ടിയെടുക്കാം. മാവെല്ലാം നല്ലതുപോലെ അയഞ്ഞിട്ടുണ്ട്. ഇതുപോലെ അയയണം മാവ്. അതിനൊരു 1.5 മണിക്കൂറെങ്കിലും അതിരിക്കണം. വെച്ച് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഉണ്ടംപൊരി പിടിച്ചിടാം. ചെറിയ തീയിലിട്ട് ഉണ്ടാക്കിയെടുക്കാവുള്ളൂ, അല്ലെങ്കിൽ പുറം കരിഞ്ഞ് ഉള്ളു വേവത്തില്ല. അതുകൊണ്ട് ചെറിയ തീയിലേ ഇട്ട് ഉണ്ടാക്കിയെടുക്കാവുള്ളൂ. അങ്ങനെയെല്ലാം പിടിച്ചിട്ടിട്ടുണ്ട്. ഇനി അത് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ചെറിയ തീയിലിട്ട് മൂപ്പിച്ചെടുക്കാം. നമ്മുടെ ഉണ്ടംപൊരി എല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കത് കോരിയെടുക്കാം. നല്ലപോലെ മൂത്തിട്ടുണ്ട്, കരിഞ്ഞിട്ടില്ല, പരുവത്തിനായിട്ട് കിട്ടിയിട്ടുണ്ട്. എല്ലാവർക്കും ഇത് ട്രൈ ചെയ്യാം കേട്ടോ. വൈകുന്നേരം കുട്ടികൾ സ്കൂളിൽ നിന്ന് വരുമ്പോൾ നമുക്ക് ഇതുപോലൊക്കെ ഒന്ന് ഉണ്ടാക്കി, കടകളിൽ കൊടുത്ത് മായമുള്ള എണ്ണയ്ക്കകത്തൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നതിലും നല്ലത് നമ്മൾക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്കും നല്ലതാണ്, നമുക്ക് ഒരെണ്ണം എടുത്ത് തിന്നാം. നല്ലതുപോലെ നല്ല സാധനങ്ങളൊക്കെ ചേർത്ത് ഉണ്ടാക്കുകയും ചെയ്യാം നമുക്ക്. അതിന് പാടൊന്നുമില്ല. മാവ് ഇച്ചിരി അയയേണ്ട താമസമേ ഉള്ളൂ. കുഴച്ച് വെച്ച് ഒരു മണിക്കൂറെങ്കിലും മാവ് അയയണം, എന്നെങ്കിൽ നല്ലതുപോലെ ഉണ്ടംപൊരി പിടിച്ച് ഉരുണ്ട് വരത്തുള്ളൂ. അല്ലെങ്കിൽ കല്ല് പോലെ ഇരിക്കും, പരന്നേ വരത്തുള്ളൂ, ഉണ്ട പോലെ വരത്തില്ല. അങ്ങനെ
അതെല്ലാം നമ്മൾ മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയും കൂടെ നമുക്ക് ഉരുട്ടിയിടാം. മുറ്റായ ഉണ്ടംപൊരിയാണ്. നല്ല മയമുണ്ട്. പഴമൊക്കെ ചേർക്കുന്നത് കൂട്ടായിരിക്കും മയം വരുന്നത്. എല്ലാവരും ട്രൈ ചെയ്യണം. അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ എത്തും. ബൈ.